ഹായ് മക്കളെ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓൺ എക്സാമിന്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ പൊതുവെ കുറച്ച് ടൈറ്റ് ആയിരുന്നു. കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ലാസ്റ്റ് ക്വസ്റ്റ്യനോട് നോക്കുമ്പോൾ കുറച്ചൊരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് നമുക്ക് ഇനിയും എക്സാംസ് വരാനുണ്ട്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അവിടെ റിപ്പീറ്റ് ചെയ്ത് വരാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് ഇവിടെ എനിക്ക് ഇലക്ട്രിക് ഡൈപോൾ എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ദ റേഡിയസ് ഓഫ് ദി ഗോസിയൻ സർഫസ് ഇസ് ഡബിൾ. റേഡിയസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചേക്കണം. അപ്പൊ ഫ്ലക്സിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. ദാറ്റ് ഈസ് 1/ε0 ഇൻറ്റു ക്യൂ നെറ്റ് ആണ്. ഓക്കെ, സോ ഒരു ഡൈപോളിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ഫ്ലക്സ് ഈക്വൽ ടു അവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് ഈ ഒരു ഇക്വേഷനിൽ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് റിമൈൻസ് 0 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഇലക്ട്രോൺ ഈസ് ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് v വോൾട്ട് എന്നാണ് പറയുന്നത്. ഇഫ് ഇസ് റീപ്ലേസ്ഡ് ബൈ എ പ്രോട്ടോൺ ആക്സിലറേറ്റഡ് ത്രൂ ദ സെയിം പൊട്ടൻഷ്യൽ. അതായത് നമുക്ക് അതിന്റെ വർക്കിന്റെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ആണ്. വർക്ക് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതായത് ചാർജിന്റെ വാല്യൂ പൊട്ടൻഷ്യൽ സെയിം ആണ്. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ചാർജും സെയിം ആണ്. ഓൺലി എന്താ നമ്മുടെ പ്ലസും മൈനസും മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ, ചേഞ്ച് ചെയ്യുന്നുള്ളൂ. വർക്കിന്റെ കേസ് നമുക്ക് ആ ഒരു കേസ് എടുക്കേണ്ട കേസ് ഇല്ല. അതുകൊണ്ട് രണ്ട് കേസിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ സെയിം ആയതുകൊണ്ട് അവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് 1:1 തന്നെ എടുക്കാം. സോ തേർഡ് ക്വസ്റ്റിലോട്ട് പോവാണ്. യെസ്, 2 മെറ്റാലിക് വയേഴ്സ് P and Q have a same material have length in the ratio 1:2. അതായത് ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് E ബൈ എം ഇൻറ്റു ടോ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ V/L എന്നും പഠിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് VD യുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഇവിടെ ഉണ്ട്. മൈനസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് മൈനസ് ഇടുന്നത്. സോ ഈ എന്ന് പറയുന്നത് എന്തായിട്ട് മാറ്റം, ഇവിടെ V/m ഇൻറ്റു എൽ ഇൻറ്റു ടോ ആക്കി മാറ്റാം. അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെൻ ദ കണക്റ്റഡ് അക്രോസ് സെയിം പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് അവിടെ നമുക്ക് ഡയമീറ്റർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അവർ എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല. സോ നമുക്ക് ഓൺലി ഡിപ്പെൻഡ് ചെയ്യണത് ലെങ്തിനെയാണ്. സോ ലെങ്ത്തിന്റെ റേഷ്യോ 1:2 ആയതുകൊണ്ട് ഇവിടത്തെ നമുക്ക് എന്ത് പറയണം, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി റേഷ്യോ എന്തായിട്ട് മാറും, 2:1. ദാറ്റ് ഈസ് ഓപ്ഷൻ സി എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് വരും. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മൾ ഇത് ലൈവിൽ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. റെസിസ്റ്റിവിറ്റി ഓഫ് എ ഗിവൺ മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് പ്രൈമർലി ഓൺ ലെങ്തിനെയോ ഏരിയനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓൺലി നേച്ചർ ഓഫ് മെറ്റീരിയലിനെയും ടെമ്പറേച്ചറിനെ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. So fifth question, yes, a charged particle is projected into a uniform magnetic field B. The work done by the magnetic force if the particle undergoes highly complex curved motion. അപ്പൊ ആ കർവ്ഡ് മോഷൻ നടക്കുന്ന കേസിൽ നമുക്ക് പറയാം സെൻട്രലിലോട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യണത്. വെലോസിറ്റിയുടെ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ ബോത്ത് ആർ 90 ഡിഗ്രി. സോ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു FS cos θ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് FS cos 90 വരും. cos 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ദാറ്റ് വിൽ ബി വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഫിഫ്ത്ത് ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ മൂവിങ് ടു ദ സിക്സ്ത് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ് ഇത്. എന്താ പറയാ, കഴിഞ്ഞ വർഷമൊക്കെ മോഡലിനെ ചോദിച്ചിരിക്കുന്ന പാരലലും സീരീസും ഇതിൽ ഒന്നേ ചോദിച്ചിട്ടുള്ളൂ. ഈ പ്രാവശ്യം ഓൺ എക്സാമിന് രണ്ടിന്റെ റേഷ്യോ ചോദിച്ചു എക്സാമിന്. സോ രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, സോറി രണ്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ആ കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യുന്നത് സീരീസിലാണെങ്കിൽ സോ ആൻസർ രണ്ടിന്റെ വാല്യൂ C ആയതുകൊണ്ട് ഇതിന്റെ CS എന്ന് പറയുന്ന വാല്യൂ C/2 വരും. രണ്ടെണ്ണം പാരലൽ ആണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് CP എന്ന് പറയുന്നത് 2C വരും. ജസ്റ്റ് ആഡ് ചെയ്യണതാണ് പാരലൽ. അപ്പൊ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് CS/CP, അതായത് C/2 ഡിവൈഡ് ബൈ 2C ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 1/4, അതായത് 1:4. ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. സോ സെവൻത് ക്വസ്റ്റ്യൻ, 2 ഐഡന്റിക്കൽ സർക്കുലർ ലൂപ്പ്, 2 ലൂപ്പുകളുണ്ട്. ഒന്നാമത്തെ കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ രണ്ടാമത്തെ ലൂപ്പിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ റിവേഴ്സിൽ വന്നിട്ടുണ്ട്.
അങ്ങനെ റിവേഴ്സിൽ വരുന്ന സമയത്ത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസിറ്റ് ആണ്. സോ സെൻട്രലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പുറത്തോട്ട് പോകുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ മിഡ് പോയിന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആൻസർ 0 ആയിരിക്കും. ക്ലിയർ? അപ്പൊ ഓപ്ഷൻ ബി ആണ് നമുക്ക് 7ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ വന്നിരിക്കുന്നത്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ 7 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി വന്നത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിൾ ആണ്. ഈ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ടഫ് ആയിട്ട് വന്നത്. ഈ 2 മാർക്കിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻസും ഒന്നും വളരെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ കുറച്ച് പാറ്റേൺസ് മാറിയ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. നമുക്കത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സോ 8ാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. സോ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഫീൽഡ് ലൈൻസ് അല്ല, ഒരു സർഫസിൽ നിന്നും 90 ഡിഗ്രി ആയിട്ട് പോകുന്ന ഫീൽഡ് ലൈൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇവരുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം ഓർ വോൾട്ട് മീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ നോക്കണം. സോ ബി ആണ് അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ എന്താണ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്, ഇലക്ട്രിക് ഫീൽഡും സർഫസും. ഓക്കെ, ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ ഇ ഡി എസ് കോസ്. ഇക്വേഷൻ എഴുതിയാൽ മതി, അവിടെ ഒരു മാർക്ക് അവിടെ വീഴും. ഒപ്പം നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ക്വസ്റ്റ്യന്റെ ഡെഫിനേഷനും അതനുസരിച്ച് യൂണിറ്റും എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫുൾ മാർക്ക് അവിടെ വാങ്ങിക്കാം. സോ 9th ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് ഡൈപോൾ കൺസിസ്റ്റ് ഓഫ് 2 ചാർജസ് +4 മൈക്രോ കുളോമും അതേപോലെ തന്നെ -4 മൈക്രോ കുളോമും പ്ലേസ് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 5 millimeter. അപ്പൊ ഇതിൽ മൈക്രോ എന്ന് പറഞ്ഞാൽ 4 × 10⁻⁻⁶ കുളോം. 5 millimeter എന്ന് പറഞ്ഞാൽ 5 × 10⁻³ മീറ്റർ ആണ്. കാൽക്കുലേറ്റ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P = 2AQ ആണ്. 2A എന്ന് പറയുന്നത് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്, രണ്ടുപേരുടെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് 2A. ആ 2A ആണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. എത്രയാ? 5 × 10⁻³ മീറ്റർ. സോ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 5 × 10⁻³ 2A ആണ്. Q എന്ന് പറയുന്നത് 4 × 10⁻⁻6 ആണ്. സോ വി ഗോട്ട് ദി ആൻസർ as 20 × 10⁻⁹ അല്ലെങ്കിൽ 2 × 10⁻⁸ കിലോമീറ്റർ എന്ന് ഫൈനൽ ആൻസർ കിട്ടും. എന്താണ് ഇവരുടെ ഡയറക്ഷൻ? ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇറ്റ് ഈസ് നെഗറ്റീവ് ടു പോസിറ്റീവ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് വരാം. -4 മൈക്രോ കുളമ്പിൽ നിന്നും +4 മൈക്രോ കുളമ്പാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്, കുളം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ 10th ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ഡൈഇലക്ട്രിക് പോളറൈസേഷൻ. So the net dipole moment per unit volume of the dielectric is called polarization P എന്ന് പറയും. സോ അതിന്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P = ε0 chi e എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയും. ഓക്കെ, ദെൻ ഇന് പ്രൊപ്പോർഷണൽ ആണ് നമ്മുടെ പോളറൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ. ഓക്കെ, ദെൻ ഓംസ് ലോ. സിമ്പിൾ ആണ്. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ at constant temperature current flowing through the conductor, that is V proportional to I ആണെന്ന് പറയാം. സോ നമുക്ക് അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V = കോൺസ്റ്റന്റ് ഇൻറ്റു I ആണ്. അപ്പൊ അവിടെ ഉപയോഗിച്ച കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് V = I × R ആണ്. ഇതാണ് ഓംസ് ലോ. സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് എഴുതുക, അപ്പൊ അതിന്റെ ഇക്വേഷൻ കൂടെ എഴുതുക. ഇനി റെപ്രസെന്റ് ഓംസ് ലോ ഗ്രാഫിക്കലി ഫോർ എ മെറ്റാലിക് കണ്ടക്ടറിന്റെ കേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മെറ്റാലിക് കണ്ടക്ടറിന്റെ കേസ് എന്ന് പറയുമ്പോൾ ഓംസ് ലോ അവർ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഒബേ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ പൊട്ടൻഷ്യൽ കൊടുക്കാം. നമ്മുടെ y ആക്സിസിൽ, x ആക്സിൽ കറണ്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, കാരണം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പൊ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട, അത് റെസിസ്റ്റൻസ് ആണ് നമുക്കറിയാം. സോ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സർക്കുലർ കോയിൽ കൺസിസ്റ്റിംഗ് ഓഫ് 100 ടേൺസ്. പ്രോബ്ലം ആണ്. അപ്പൊ പ്രോബ്ലം ആണെങ്കിൽ ചെയ്യേണ്ട സ്റ്റെപ്പ് ഗിവൺ ഡാറ്റ എഴുതുക, n എഴുതുക അല്ലെ. റേഡിയസ് എന്ന് പറഞ്ഞാൽ 8 × 10⁻² മീറ്റർ എന്ന് എഴുതിക്കോ. ഇനി കറണ്ട് തന്നിട്ടുണ്ട്. കറണ്ട് എന്ന് പറഞ്ഞാൽ 0.4 ആംപിയർ ആണ്. Write the expression for magnetic field at the center of a circular coil. സർക്കുലർ കോയിലിന്റെ ഒരു വലിയൊരു ഡെറിവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ നമ്മൾ എന്താ പറയാ, ആ ഒരു ഡിസ്റ്റൻസ് ഔട്ട്സൈഡ് പോയിലെ ഡിസ്റ്റൻസ് 0 ആക്കിയിട്ട് നമ്മൾ സെൻട്രലിൽ മാക്സിമം ആണ് നമ്മൾ ഡിറൈവ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ μ0 ni/2 × R ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ്, I എന്ന് പറഞ്ഞ കറന്റ്, ആൻഡ് 2R. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂഷൻ μ0
4 pi into 10 raised to minus 7 ടെസ്ല മീറ്റർ പെർ ആംപിയർ. ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, അതുകൊണ്ട് അത് കാണാതെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ എൻ എന്ന് പറഞ്ഞാൽ 100 ടേൺസ് ആണ്, കറണ്ട് എന്ന് പറഞ്ഞാൽ 0.4 ആംപിയർ ആണ്, റേഡിയസ് നേരത്തെ പറഞ്ഞ പോലെ 8 into 10 raised to minus 2 മീറ്റർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് യെസ് പൈ ഇൻറ്റു 10 raised to minus 4 അഥവാ 3.14 into 10 raised to minus 4 ടെസ്ല എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ക്ലിയർ? സോ സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന പ്രോബ്ലംസ് ആണ്. ഇക്വേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ക്ലിയർ? സോ 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിഗാർഡിംഗ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി, രണ്ടാമത്തെ ചാപ്റ്ററിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് 2 point charges. സോ ഡെഫിനിഷൻ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് 2 charges എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വർക്ക് ഡൺ ടു ബ്രിങ് ദ ബോത്ത് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദോസ് അവരുടെ പെർട്ടിക്കുലർ പൊസിഷനിലോട്ട്, എവിടെ നിന്ന് ഇൻഫിനിറ്റിയിൽ നിന്നും ആ പെർട്ടിക്കുലർ പൊസിഷനിലോട്ട് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യണത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ 2 ചാർജ് ഉണ്ട്, ആ 2 ചാർജിന്റെ R എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ അകലെ നമ്മൾ പ്ലേസ് ചെയ്യണമെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, 1/4πε0 Q1 Q2/R. ഇവിടെ എക്സ്റ്റേണൽ ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു കൺസേൺ ഇല്ല, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ എഴുതിയാൽ മതി, Q1 Q2/R. ഇനി തേർഡ് 3 ചാർജ് ആണെങ്കിൽ Q1 Q2/R, Q2 Q3/R, Q1 Q3/R, 1/4πε0 പുറത്തേക്ക് എടുത്തിട്ട് നമുക്കൊരു ആ ഒരു ഫോർമാറ്റ് നമ്മുടെ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ. 2 wires A and B are made of same material. 2 പേരുടെയും ലെങ്ത് സെയിം ആണ്, LA-യും LB-യും എന്ത് തന്നെയാണ്, L തന്നെയാണ്. The cross section of area of B, അതായത് ബി എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ 4 times എന്താണ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എ ആണ്. എ എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ 4 മടങ്ങ് കൂടുതലാണ് ബി എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. ബി ആണ് കുറച്ചുകൂടെ വലുത്. വിച്ച് വിൽ ഹാവ് ഹൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ജസ്റ്റിഫൈ മാത്തമാറ്റിക്കലി എന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വേർഡ് പരമായിട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലുള്ള ആൾക്ക് നമ്മുടെ റെസിസ്റ്റൻസ് കുറവായിരിക്കും, നമുക്കറിയാം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാൻ പറ്റും എ ആയിരിക്കും നമ്മുടെ എന്ത് പറയുന്നത് റെസിസ്റ്റൻസ് കൂടുതൽ. നമുക്കത് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എ ഇക്വേഷൻ എടുക്കുക, R = ρL/A. ഓക്കെ, റോയെ 2 മെറ്റീരിയലും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ റെസിസ്റ്റിവിറ്റി സെയിം ആണ്, ലെങ്ത്തും സെയിം ആണെന്ന് നമുക്ക് പറയാം. സോ R = ρL/A എന്ന് ഞാൻ വേണ്ടി എടുത്തു. എ ബി എന്ന് പറഞ്ഞാൽ 4 times ഓഫ് എന്താണ് എ എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ 4 മടങ്ങ് കൂടുതലാണ് ബി എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. 1 കൂടുതൽ ബിയിനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ആറയുടെ ഇക്വേഷൻ ρL/A. റോ സെയിം ആണ്, L സെയിം ആണ്, ഏരിയ മാത്രം A എന്ന് എഴുതി. RB എന്ന് പറയുന്ന ഇക്വേഷൻ എന്താ, റോ 2 മെറ്റീരിയൽ സെയിം ആണ്, ലെങ്ത് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ എ ബി എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് എയുടെ 4 മടങ്ങ് കൂടുതലാണ്. 2 കൂടെ ഡിവൈഡ് ചെയ്യാം, അപ്പൊ നമുക്ക് കിട്ടും RA എന്ന് പറയുന്നത് 4 times RB ആണ്. അപ്പൊ റെസിസ്റ്റൻസ് ഓഫ് എ, വണ്ണം കുറഞ്ഞ ആൾക്ക് ബിന്റെ റെസിസ്റ്റൻസിനേക്കാളും 4 മടങ്ങ് കൂടുതലാണെന്ന് നമുക്ക് ഇതുവഴി മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ പറയും. വേർഡ് വഴിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, മാത്തമാറ്റിക്കലി ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തിട്ടുണ്ടാവണം. ക്ലിയർ? ഓക്കെ, സോ നെക്സ്റ്റ് 15th question. A parallel plate capacitor with air between the plates has a capacitance of 8 picofarad. What will be the capacitance if the distance between the plate is reduced by half and the space between them is filled with a dielectric constant K? ഇത് പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിരിക്കുന്നത് നമുക്ക് ചേഞ്ച് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പഴയ ഇതിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി പ്രിപ്പയർ ചെയ്യണ സമയങ്ങളിൽ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പ്രിപ്പയർ ചെയ്യണ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഓരോ ക്ലാസ് എടുക്കുന്ന സമയത്തും പഠിച്ച് അവസാനം കൃത്യമായിട്ട് പോവുക. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെ ചേഞ്ച് ചെയ്താലും ഒരു ടെൻഷനും ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. ക്ലിയർ? സോ നമുക്ക് എഴുതാം ε0 A/D, ε0 A/D 8 picofarad ആണെന്നറിയാം. ഇനി ഒരു ഡൈഇലക്ട്രിക് ആണ് പ്ലേസ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ε0 A/D തന്നെയാണ്. അതിൽ A എന്ന് പറയുന്നത് A/D. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എന്തെടുത്തിട്ടുണ്ട്, D/2. പ്ലേറ്റുകളുടെ ഏരിയ എന്ന് പറഞ്ഞ A തന്നെ, ഇവിടെ D' എടുത്തു. പുതിയ ഡിസ്റ്റൻസ് ആണ്, സെപ്പറേഷൻ. ആ ഡിസ്റ്റൻസ് എന്തായിട്ട് മാറി, പകുതിയാക്കി മാറ്റി. ഇനി അതിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 6 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഈ D' പകരം ആ D/2 കൊണ്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ D/2 കിട്ടും, Kയുടെ വാല്യൂ 6 എന്നും കിട്ടും. ഈ 2 മുകളിലേക്ക് എടുക്കുമ്പോൾ 6 × 2 എന്തായിട്ട് മാറും, 12 ആയിട്ട് മാറും.
ദെൻ എപ്സിലോൺ 0 a by d. അത് നമ്മൾ ഇനീഷ്യലി എഴുതിയിരിക്കുന്ന 8 പൈക്കോഫാരഡ് ആണ്. അതിവിടെ കൊണ്ടുപോയി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 12 into C of air ആണ്. ദാറ്റ് ഈസ് 12 into 8 96 പൈക്കോഫാരഡ്. പൈക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറ്റണ്ട, അത് അങ്ങനെ തന്നെ കിടന്നാൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ നമുക്ക് 96 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പഴയ ക്വസ്റ്റ്യൻസ് ആണ്, മറക്കരുത്. ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16ാമത്തെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്. സ്റ്റേറ്റ്സ് superposition of electrostatic force and write down the mathematical expression of the system of charges. അതായത് ഒരുപാട് ഫോഴ്സുകൾ ഒരു സിംഗിൾ പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ ഫോഴ്സിന്റെ സം ആണെന്ന് പറയാം. ഓക്കെ, ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ Q is a vector sum of the forces on Q due to individual charges. So equation F1 plus F2 plus F3 plus Fn ആണ് എന്ത് പറയണത്? F എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സിന്റെ ഇക്വേഷൻ 1/4πε0 Q1 Q2 r² നമുക്കറിയാം. ഫോർമുല വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? അതനുസരിച്ച് ആഡ് ചെയ്യണം. സോ അങ്ങനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കും എന്ന് പറഞ്ഞിരുന്ന നമ്മുടെ ഒരു ഡെറിവേഷൻ ആണ്. ഇതിൽ കപ്പാസിറ്റൻസ് ആണ് കൂടുതൽ ചോദിച്ചേക്കണേ. പക്ഷെ ഈ പ്രാവശ്യം ചോദിച്ചതിൽ എനർജിയുടെ, കഴിഞ്ഞ മുമ്പ് തവണ അതിന്റെ പ്രോബ്ലം ആയിരുന്നു ചോദിച്ചത്. അപ്പോൾ derive the expression for energy stored in a charged parallel capacitor of a capacitance C having charge Q. ഓക്കെ, സോ നമ്മുടെ ഇവിടെ ഒരു ചാർജ് ഉണ്ട്. ഈ ചാർജിനെ നമ്മളൊരു കപ്പാസിറ്ററിനെ ഞാൻ ചാർജ് ചെയ്യുന്നു. അപ്പൊ ഇനീഷ്യലി ചാർജ് ഇല്ല. അപ്പൊ ഞാനിവിടെ ഒരു പൊട്ടൻഷ്യൽ ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ആദ്യം 1 ചാർജ് കയറുന്നു, പിന്നെ 2 ചാർജ്, 3 ചാർജ്, അങ്ങനെ ഓരോരോ ചാർജിനെ എൻ്റർ ചെയ്ത് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? ആ എൻ്റർ ചെയ്യുന്ന വർക്കാണ് അവിടെ എന്തായിട്ട് സ്റ്റോർ ചെയ്യേണ്ടത്? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇനീഷ്യലി വർക്ക് കുറവായിരിക്കും, നമുക്ക് അധികം റിപ്പൽഷൻ ഒന്നും വരില്ല. പക്ഷെ കയറ്റും തോറും അങ്ങനെ ചാർജുകൾ ഇങ്ങനെ എൻ്റർ ചെയ്യുന്ന തോറും നമുക്ക് എമൗണ്ട് ഓഫ് എനർജി വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ ആണ്. അപ്പൊ ആദ്യം ഇനീഷ്യലി ചെറിയൊരു വർക്ക് ഡൺ, ദാറ്റ് ഈസ് DW എന്ന് പറയുന്നത് V into DQ ആണ്. DW എന്ന് പറയുന്നത് വർക്ക്, പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ വർക്ക് ബൈ ചാർജ് ആണെന്ന് ഈ ചാപ്റ്റർ സ്റ്റാർട്ടിങ് തുടങ്ങി പഠിക്കുന്നതാണ്. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു QV ആണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അവിടെ DW എന്ന് പറയുന്നത് പൊട്ടൻഷ്യലെ സെയിം ആക്കി വെച്ചിരുന്നു, ചാർജ് ആണ് അവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് DQ ആണ് അവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Q is equal to CV ആണ്. അപ്പൊ V is equal to Q by C. സോ ഈ വിന് പകരം Q by C DQ എന്ന് കൊടുക്കുക. ക്ലിയർ? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡൺ കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഏതാ? ആദ്യം ചാർജ് ഇല്ല, പിന്നെ ചാർജ് കൂടി വരുന്നു, ഫൈനൽ ചാർജ് Q വരെ എത്തിക്കുന്നു. സോ വി ഹാവ് ടു സം ചെയ്യണം. അതിന് വേരിയബിൾ ആയതുകൊണ്ട് ഞാൻ അവിടെ ചെയ്യുന്ന പ്രോസസ്സ് ഇന്റഗ്രേഷൻ ആണ്. സോ ഇന്റഗ്രൽ 0 to Q എന്താണ്? Q by C DQ ആണ്. സോ 1 by C എന്ന് പറയുന്നത് അവിടെ എന്താണ്? കപ്പാസിറ്റൻസ് ആണ്. അത് ഫിക്സഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക? പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ദെൻ Q into DQ, അതായത് Q raised to 1. ഇക്വേഷൻ മറക്കണ്ട. X raised to n dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X raised to n plus 1 by n plus 1 ആണ്. പവർ 1 ആണെങ്കിൽ പവർ 2 ഡിവൈഡ് ബൈ 2. അപ്പൊ Q raised to 1 അല്ലേ? ദാറ്റ് ഈസ് ആൻസർ എന്തായിട്ട് മാറണം? Q² by 2. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് Qന് പകരം Q² കൊടുക്കുക, ദെൻ 0² കൊടുക്കുക. ഈ ടേം മൊത്തത്തിൽ പോകും. പിന്നെ ഉള്ളത് നമുക്ക് ഈ ടേം മാത്രമേ ഉള്ളൂ. സോ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു Q² by 2C. And last one, this work done is stored as, ആ സെന്റൻസ് കൃത്യമായിട്ട് എഴുതിണ്ടാവണം. ഈ വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ദാറ്റ് വിൽ ബി ദി Q² by 2C ആണ്. സെറ്റ് അല്ലേ? അങ്ങനെ 17ാമത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ 18ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ചോദിക്കാവുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് മൊബിലിറ്റി ഓഫ് എ ചാർജ് കാരിയർ ആൻഡ് റൈറ്റ് ഇറ്റ്സ് SI യൂണിറ്റ്. സോ ഇലക്ട്രോൺ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 2 വര വരയ്ക്കുക, ടു ദി ഇലക്ട്രിക് ഫീൽഡ്. അതിനെയാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യേണ്ടത്? ഇലക്ട്രോൺ മൊബിലിറ്റി എന്ന് ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, mu is equal to VD by E. ഇനി ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ സ്ക്വയർ വോൾട്ട് ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. കാരണം ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് അതനുസരിച്ച് നമുക്ക് അറിയാം അല്ലെ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൊബിലിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. സിമ്പിൾ ആണ്.
റിലാക്സേഷൻ ടൈം കിട്ടണമെങ്കിൽ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ -e/m/τ ആണ്. അവിടെ റിലാക്സേഷൻ ടൈം ഉണ്ട്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് യൂസ് ചെയ്യണമെങ്കിൽ മൈനസിന്റെ ടൈം നമുക്ക് അവിടെ വേണ്ട. ആ മൈനസ് എന്ത് ചെയ്താൽ മതി? കളഞ്ഞു നോക്കുക. അങ്ങനെ കളയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് 1/e, അതേപോലെ എഴുതുക e/m/τ. നമുക്ക് ഇതും കളഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ e/τ/m എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇലക്ട്രോൺ മൊബിലിറ്റിയും ഇത് റിലാക്സേഷൻ ടൈമായ ടോയും തമ്മിലുള്ള റിലേഷൻ. മെറ്റീരിയൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വീണ്ടും ക്വസ്റ്റ്യൻ്റെ രീതിയാണ് മാറിയിരിക്കുന്നത്. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് പാടുമാണ്, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് വന്നിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. യെസ്, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ്സ് ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസും ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആൻഡ് ടെർമിനൽ വോൾട്ടേജ് ഓഫ് എ സെൽ ആൻഡ് റൈറ്റ് ദി മാത്തമാറ്റിക്കൽ റിലേഷൻ കണക്ടിങ് ദം. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ സെൽ. ആരൊക്കെ? ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും തമ്മിൽ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നെങ്കിൽ, നമ്മൾ EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് ഉള്ള സമയത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? EMF. ഇനി അത് ക്ലോസ് സർക്യൂട്ട് ആണെങ്കിൽ അവിടെ കറണ്ട് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ചെറിയൊരു ലോസ് വോൾട്ടേജ് ഒക്കെ സംഭവിച്ചുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പറയുന്ന പേര് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എപ്പോഴും EMF ആയിരിക്കും വലുത്. നമ്മൾ വെറുതെ ഒരു സെല്ല് വെറുതെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 3 വോൾട്ടേജ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവൂലേ, അതാണ് EMF. പക്ഷെ സർക്യൂട്ട് കൊണ്ടേ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടുന്ന വോൾട്ടേജ് അതിനേക്കാളും ചെറുതായിരിക്കും. അതാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇക്വേഷൻ എന്ന് പറയുന്നത് V is equal to E minus IR. V എന്ന് പറഞ്ഞാൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ആൻഡ് E എന്ന് പറഞ്ഞാൽ EMF. ഇതിനെയാണ് ലോസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ആര് കാരണം? നമ്മുടെ സെല്ലിലെ ഉള്ളിലെ റെസിസ്റ്റൻസ് കാരണം ചെറിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കും. അത് കുറച്ച് കഴിയുമ്പോഴാണ് ആക്ച്വൽ വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? സർക്യൂട്ടിൽ കിട്ടുകയുള്ളൂ. ക്ലിയർ ആണല്ലോ? സോ അങ്ങനെ 19ാമത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. J എന്ന് പറഞ്ഞാൽ കറന്റ് ഡെൻസിറ്റി ആണ്. ഓക്കെ, സിഗ്മ കണ്ടക്ടിവിറ്റി ആൻഡ് E is the electric field density. ഓംസ് ലോയുടെ വെക്ടർ ഫോം ആണ്, പഠിച്ചു വെച്ചോ. ദെൻ നമുക്ക് എഴുതാം V is equal to IR ആണെന്നറിയാം. ആറിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാലോ, ρL/A അല്ലേ. സോ ρL/A ആണ്. ആ ഇക്വേഷൻ നമ്മൾ ചെയ്യാൻ പോണ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറിന് പകരം ρL/A കൊടുക്കുന്നു, ρL/A. സോ എന്താണ് കറന്റ് ബൈ ഏരിയ? കറന്റ് ബൈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു ക്വാണ്ടിറ്റി ആണ്, അത് J ആണ്. J വെക്ടർ ആണ്, അത് കറന്റ് ഡെൻസിറ്റി ആണ്. ഇനി അതുപോലെ തന്നെ ഈ എല്ലിനെ ഇപ്പുറത്തേക്ക് ചാടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫോർമുല V/L എന്നും വരും. ഓക്കെ, സോ നമുക്ക് V എന്ന് പറഞ്ഞാൽ EL ആണെന്നറിയാം. രണ്ട് സൈഡും അങ്ങനെയും ചെയ്യണം, അങ്ങനെ ചെയ്യാം. അപ്പൊ എല്ലും കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫോർമുല എന്ന് പറയുന്നത് J is equal to എല്ലും ഞാനിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് J is equal to റോ താഴേക്ക് എടുക്കുമ്പോൾ E/ρ എന്ന് കിട്ടും. ഇനി സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ് റെസിസ്റ്റിവിറ്റി എങ്കിൽ നമ്മുടെ ഇവിടെ 1/ρ എന്ന് പറയുന്നത് എന്താക്കി മാറ്റാൻ എനിക്ക് ഇവിടെ സിഗ്മ എന്ന് എഴുതാം. സോ ദ ഫൈനൽ ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് കിട്ടി J is equal to സിഗ്മ ഇൻറ്റു E ആണ്. ഇതിലെ ഇലക്ട്രിക് ഫീൽഡും ജെയും എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണെന്നുള്ള കാര്യം മറക്കരുത്. ക്ലിയർ? അപ്പൊ 20ാമത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞൊരു സെക്ഷൻ ആയിരുന്നു അല്ലെ. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എവിടെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫേസ് ചെയ്ത് വരുന്നു. ഓക്കെ, ആ നിങ്ങളെ ഫേസ് ചെയ്ത് വരുന്ന മാഗ്നറ്റിക് ഫീൽഡിലോട്ട് ഇങ്ങനെ വെലോസിറ്റി എൻറ്റർ ചെയ്യുന്നു, ആര്? ചാർജ് എൻറ്റർ ചെയ്യുന്നു. സോ അവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി. അങ്ങനെ 90 ഡിഗ്രി ആയിട്ട് എൻറ്റർ ചെയ്യണ സമയത്ത് അവിടെ ഫോളോ ചെയ്യണ പാത്ത് എന്ന് പറഞ്ഞാൽ അത് സർക്കുലർ പാത്ത് ആയിരിക്കും. ക്ലിയർ? അങ്ങനെ സർക്കുലർ പാത്തിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് നമുക്കറിയാം BQV ആണ്. സൈൻ തീറ്റ 90 ആയതുകൊണ്ട് മാക്സിമം വരും. ആ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അവിടെ എന്തായിട്ട് മാറും? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് മാറിയാണ് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണത്? നമുക്ക് അവിടെ സർക്കുലർ മോഷൻ ആയിട്ട് മാറുന്നത്. സോ നമുക്ക് എഴുതാം അവിടെ BQV എന്ന് പറയുന്നത് മാക്സിമം ആണ്,
സെൻട്രിപെറ്റൽ ഫോഴ്സും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അവിടെ എന്തായിട്ട് മാറും, കണ്ടീഷൻസ് ഈക്വൽ ആയിട്ട് മാറും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റേഡിയസ് ആണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാനുള്ള ആളെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും, ഒരു വിയും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആറിന് അപ്പുറത്തേക്ക് എടുക്കാം, ക്യൂബിനെ താഴത്തേക്ക് എടുക്കാം. സോ ആർ ഇസ് ഈക്വൽ ടു എം വി ഡിവൈഡ് ബൈ QB എന്ന് ഫൈനൽ ആൻസർ കിട്ടും. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. യൂസിംഗ് ഗോസസ് ലോ ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രേറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഡെറിവേഷൻ ആയിരുന്നു. 3 ആപ്ലിക്കേഷൻ ഉണ്ട്. 3 ആപ്ലിക്കേഷൻ നോക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ തന്നെയാണ് നമുക്ക് ഈ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിരുന്നത്. സോ ഫിഗർ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഒരു സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ് വെച്ചാണ് ഞാനൊരു സ്ട്രേറ്റ് വയറിനെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവിടെ 2 സർഫസ് ഉണ്ട്. ഒന്ന് കർവ്ഡ് സർഫസ് ഉണ്ട്, 2 നമ്മുടെ ടോപ്പ് ഫേസ് അല്ലെങ്കിൽ എൻഡ് ഫേസും കൂടെ ഉണ്ട്. അങ്ങനെ ഫേസ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി വരുന്ന ഫേസ് നമ്മുടെ ഏരിയ വെക്ടർ മുകളിലോട്ട് പോകുന്നത് ടോപ്പിലാണ്. അപ്പോൾ അവിടെ 90 ഡിഗ്രി ഫേസ് ചെയ്യുന്നതുകൊണ്ട് E.ds എന്ന് പറഞ്ഞാൽ EDS cos തീറ്റയാണ്. cos 90 0 ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഫോം ചെയ്യണത് ആകെ ഒരു സർഫസിന്റെ മാത്രം ഫ്ലക്സ് കണ്ടുപിടിച്ചാൽ മതി, കർവ്ഡ് സർഫസിന്റെ. കാരണം അത് പാരലലാണ്. ഈനെ പുറത്തേക്ക് എടുക്കാം, ഇന്റഗ്രൽ DS. ഇന്റഗ്രൽ DS എന്ന് പറഞ്ഞാൽ മൊത്തം സർഫസ് ഏരിയയാണ്. ആരുടെ? കർവ്ഡ് സർഫസ് ഏരിയ. സോ ഇന്റഗ്രൽ DS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πRL. സോ അക്കോർഡിംഗ് ടു ദ ഗോസസ് ലോ പ്രകാരം നമ്മുടെ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു Q/ε0. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ഇസ് ഈക്വൽ ടു Q/L. സോ L ഇപ്പുറത്തേക്ക് ചാടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും Q ഇസ് ഈക്വൽ ടു λL/ε0. 2 ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഫോർമുല എന്ന് പറയുന്നത് E × 2πRL. എല്ലും നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ E is equal to അപ്പുറത്തേക്ക് എടുക്കുക, ദാറ്റ് ഈസ് ലാംഡ ഡിവൈഡ് ബൈ 2πr/ε0 അല്ലെങ്കിൽ 2πε0r എന്നും പറയും. സോ ഡെറിവേഷൻ സിമ്പിൾ ആയിരുന്നു. ഡെറിവേഷൻസ് സെറ്റ് ആക്കാം കേട്ടോ. ഓക്കെ, സോ സ്റ്റേറ്റ് 2 പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടന്റ് സർഫസ്. ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരുന്ന ഒരു സെക്ഷൻ ആയിരുന്നു ഇക്വിപൊട്ടന്റ് സർഫസ്. സർഫസ് ഹാവിംഗ് സെയിം പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ അവിടെ സെയിം ആയിരിക്കും. So the work done to move a charge from one point to another point equipotent surface എപ്പോഴും work done 0 ആയിരിക്കും. ഓക്കെ, നമുക്ക് അതിന്റെ പ്രൂഫ് ആണ് ബി ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരിക്കലും ഇക്വിപൊട്ടന്റ് സർഫസ് എന്ത് ചെയ്യില്ല, ഇന്റർസെക്റ്റ് ചെയ്യില്ല. അങ്ങനെ ഇന്റർസെക്റ്റ് ചെയ്യണമെങ്കിൽ 2 ഡയറക്ഷൻ ഒക്കെ വേണ്ടി വരും അല്ലെ. നമുക്കത് പോസിബിൾ അല്ല, യൂണിഫോം ആണെന്ന് നമുക്കറിയാം. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ അവിടെ നോർമൽ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു 2 പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ സെറ്റാണ്. സോ എന്റെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന ഫോർമുലയാണ് V is equal to work by charge. ഓക്കെ, സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 പൊട്ടൻഷ്യൽ കുറയ്ക്കുക. VB - VA എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഡിവൈഡ് ബൈ ചാർജ് ആണ്. അപ്പൊ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രത്യേകത എന്താ? ഈ ക്യൂവിനെ അപ്പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ എടുക്കുന്ന സമയത്ത് 2 പൊട്ടൻഷ്യലും എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ VB - VA എന്ന് പറയുന്ന ഈ ടേം മൊത്തത്തിൽ എന്ത് വരും? 0 വരും. അപ്പൊ നമുക്ക് എഴുതാം വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു എന്തായിട്ട് മാറും? Q × 0. സോ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു 0. സിമ്പിൾ, ക്ലിയർ. അപ്പൊ പൊട്ടൻഷ്യൽ സെയിം ആയ പോയിന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് വർക്ക് ഡണിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് അവിടെ 0 ആയതുകൊണ്ട് ടോട്ടൽ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. കിട്ടിയല്ലോ? ഓക്കെ, യെസ്. സോ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞൊരു ഡെറിവേഷൻ ആയിരുന്നു അല്ലേ. സോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്തു, അത് അവിടെ കിടന്ന് കറങ്ങുന്നു അല്ലേ. 2 ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് അവിടെ കിടന്ന് കറങ്ങുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞ ടോർക്ക് എന്ന് പറഞ്ഞ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ QE ആണ്. ഓക്കെ, QE എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഞാൻ പറഞ്ഞ ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്, ഇത് 2A. സോ തീറ്റയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ സൈൻ കമ്പോണന്റും തീറ്റയുടെ അഡ്ജസന്റ് എന്ന് പറഞ്ഞ കോസ് കമ്പോണന്റും ആരുടെ? നമ്മുടെ ഹൈപ്പോട്ടന്യൂസിന്റെ, ദാറ്റ് ഈസ് 2A സൈൻ തീറ്റയും ഇത് 2A കോസ് തീറ്റയും. 2 ഫോഴ്സുകളുടെയും ഇടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2A സൈൻ തീറ്റ. അപ്പൊ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആയ QE 2A സൈൻ തീറ്റ. സോ നമുക്കൊന്ന് ഫോർമാറ്റിൽ കറക്റ്റ് ഒന്ന് ഫോർമാറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 2AQ എന്ന് പറഞ്ഞ P ആണ്. ദാറ്റ് ഈസ് ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫോർമുല PE സൈൻ തീറ്റ ആണ്. ദാറ്റ് ഈസ് A × B AB സൈൻ തീറ്റ പറയുന്നത് പോലെ നമുക്ക് ടോർക്കിന്റെ ഫോർമുല എന്ന് പറയുന്നത് P × E എന്ന് എഴുതി വയ്ക്കാം. ക്ലിയർ ആണല്ലോ? സെറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്.
അപ്പൊ ഫസ്റ്റ് നമ്മൾ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യണത് രണ്ട് പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്. ആ രണ്ട് പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞേക്കണത് അല്ലെ. അപ്പൊ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം I2L2B1 ആണ്. രണ്ടാമത്തെ കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ I2 രണ്ടാമത്തെ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇൻറ്റു അതിന്റെ നീളം. പക്ഷേ അവിടെ ഫോഴ്സ് ഉണ്ടാവാൻ കാരണം ഒന്നാമത്തെ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ പ്രസൻസിലാണ് രണ്ടാമത്തെ കണ്ടക്ടറിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോഴ്സ്. ഇനി ഇതിൽ കറണ്ട് സീറോ ആക്കി കഴിഞ്ഞാലോ, നമ്മുടെ ഇതിലെ കറണ്ട് സീറോ ആക്കി കഴിഞ്ഞാലോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, വെറുതെ ഇന്ന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, ഇതിൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പൊ ഇവിടുത്തെ മറക്കരുത്, ഇത് B1 ആണ്. ഇനി B1 ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബിയർ സർക്യൂട്ടിലെ പ്രകാരം നമുക്ക് എന്ത് എഴുതാം? B എന്ന് പറഞ്ഞാൽ μ0 I1 ഡിവൈഡ് ബൈ 2πd ആണ്. ഓക്കെ, sin 90 മാക്സിമം എന്ന് അറിയാം അല്ലെ. അപ്പൊ ഇക്വേഷനിൽ B1 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോർമാറ്റിംഗ് കറക്റ്റ് ആയിട്ട് കഴിഞ്ഞു. ദാറ്റ് ഈസ് μ0 I1 I2 L2 ഡിവൈഡ് ബൈ 2πd. പക്ഷെ ചോദിച്ചിരിക്കുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അതായത് ഈ L2നെ അപ്പുറത്തേക്ക് ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോർമുല F/L2. എന്താണ് ഇക്വേഷൻ? μ0 I1 I2 ഡിവൈഡ് ബൈ 2πd. ഡി എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടക്ടറിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസിനാണ് 2πd. ഇതിനെയാണ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് അഥവാ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്നത്. സിമ്പിൾ ഡെറിവേഷൻ ആയിരുന്നു, പക്ഷെ കഴിഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകും. പക്ഷെ അതിലൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഹെൻസ് ഡിഫൈൻ 1 ആംപിയർ. അപ്പൊ ഡിഫൈൻ 1 ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇക്വേഷനിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് അല്ലെ, സ്മോൾ ലെറ്റർ എഫ് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് μ0 I1 I2 ഡിവൈഡ് ബൈ 2πd. നമ്മുടെ കറന്റിന്റെ ഇക്വേഷന്റെ വാല്യൂ I1 I2 ഡിഫൈൻ 1 ആംപിയർ എന്നല്ലേ. ഓക്കെ, ഇനി ഡിസ്റ്റൻസിന്റെ വാല്യൂ ഞാൻ ഇവിടെ 1 മീറ്റർ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന സ്മോൾ ലെറ്റർ എഫ് എന്ന് പറഞ്ഞാൽ 4π × 10⁻⁻⁷ ഇൻറ്റു 1 × 1 ഡിവൈഡ് ബൈ 2π × ഡിസ്റ്റൻസ് 1 ആണ്. സോ 2πയും പൈയും കട്ട് ചെയ്യുക, 2ഉം ഇതും കട്ട് ചെയ്ത് കഴിയുമ്പോൾ 2 കിട്ടും. ദാറ്റ് ഈസ് 2 × 10⁻⁷ യൂണിറ്റ് ന്യൂട്ടൺ എന്നല്ല, ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, അതായത് രണ്ട് parallel current carrying conductor having same direction separated by a distance 1 meter, okay, placed in air ആണെങ്കിൽ അല്ലെങ്കിൽ വാക്യൂത്തിലാണ് നമ്മൾ പ്ലേസ് ചെയ്യണമെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 2 × 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ ആണെങ്കിൽ ആ കണ്ടക്ടർ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ എപ്പോഴും 1 ആംപിയർ ആയിരിക്കും. ക്ലിയർ? ഇതാണ് ഇക്വേഷൻ. സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇതനുസരിച്ച് എന്ത് ചെയ്താൽ മതി, കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനിഷൻ അതേപോലെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫൈനൽ ആൻസർ മാർക്കും കിട്ടും. ക്ലിയർ? ഓക്കെ, സോ മൂവിങ് ടു ഇതാണ് കുറച്ചൊരു ടിസ്റ്റിംഗ് ആയിട്ട് വന്നൊരു ചോദ്യം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആക്സിയലും ഇക്വറ്റോറിയൽ എന്നാണ് പേര് പഠിച്ചേക്കണേ. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ +q ഉണ്ട് -q ഉണ്ട്. എലോങ് ദ ലൈൻ വഴി പോവുകയാണെങ്കിൽ ആക്സിയലും, പക്ഷെ അതിനെ ബൈസെക്ട് ചെയ്തിട്ടുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണെങ്കിൽ ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇക്വറ്റോറിയലിന്റെ ഫിഗർ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇക്വറ്റോറിയൽ ഫിഗറിൽ എന്തൊക്കെയുണ്ട്? -q +q, നടുക്കത്ത് രണ്ട് ഡിസ്റ്റൻസ് a ആണ്, അറ്റ് ഡിസ്റ്റൻസ് r ആണ്. ഈ പോയിന്റ് P യില് നമ്മുടെ എലോങ് EA ആക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ EB ആക്ട് ചെയ്യുന്നുണ്ട്. ഈ EB എന്ന് പറഞ്ഞാൽ പ്ലസ് ആയതുകൊണ്ട് എവേ, മൈനസ് ആയതുകൊണ്ട് ടുവേഴ്സ്. പക്ഷെ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് റിസൾട്ടന്റ് കിട്ടാനായിട്ട് സെൻട്രൽ ലൈൻ വരയ്ക്കുക. സോ EB cos തീറ്റയും EA cos തീറ്റയും ബാക്കി എല്ലാ കമ്പൗണ്ടും അവിടെ ക്യാൻസൽ ചെയ്ത് വളർന്നുണ്ടാവും. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. യെസ്, സോ EA ആൻഡ് EB എന്ന് പറഞ്ഞ വാല്യൂ രണ്ടും സെയിം ആണ്. കാരണം രണ്ടുപേരും ഈ സൈഡിൽ നിന്ന് Pയിലേക്ക് വരുന്നു. രണ്ടുപേരും √r² + a² ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് 1/4πε0 q/√r² + a² ഈ വാല്യൂ. ദിസ് ഈസ് ദ സെയിം ഫോർ EB. EBയുടെ വാല്യൂ സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കുന്ന വാല്യൂ EA cos θ ലെഫ്റ്റിലോട്ട്, EB cos θ ലെഫ്റ്റിലോട്ട്, രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 2EA cos θ. എന്താണ് EA? തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു കഴിഞ്ഞു, 1/4πε0 q/r² + a². ഇനി cos θ, നമ്മുടെ ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ എടുക്കാം. ഈ ഒരു ട്രയാങ്കിൾ എടുക്കുന്ന സമയത്ത് തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് A ആണ്, നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് സൈഡ് √r² + a² ആണ്. ഈ √r² + a² എന്ന് പറഞ്ഞാൽ പവർ ആയിട്ട് എഴുതുമ്പോൾ അതിനെ raised to ½ എന്ന് എഴുതുക. ഓക്കെ, അത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. താഴെ
1 പവർ ഉള്ള ഒരു ടേം ഉണ്ട്, റേസ് ടു ഹാഫ് ഉള്ള ഒരു പവറും കൂടെ ഉണ്ട്. റേസ് ടു 2 പവർ വന്നു കഴിഞ്ഞാൽ ബേസ് സെയിം ആണെങ്കിൽ പവറും ആഡ് ചെയ്യാം. 1ഉം അരയും, ഇവിടുത്തെ പവർ 1 ഇല്ലെങ്കിൽ 1 എന്നർത്ഥം. 1ഉം അരയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1.5, അതായത് 3/2. സോ ഫൈനൽ ഫോം എന്ന് പറഞ്ഞാൽ r² + a² ഹോൾ എക്സ് 3/2. ഇനി ഷോർട്ട് ഡൈപോൾ ആണ് എടുക്കണമെങ്കിൽ നമ്മുടെ a എന്ന് പറയുന്ന വാല്യൂ വളരെ ചെറുതാണ്. സോ a² ക്യാൻ ബി നെഗ്ലക്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ 1/4πε0 വെറും p/r³. ആക്സിലായിരുന്നെങ്കിൽ അത് 2p/r³ വന്നേനെ. ക്ലിയർ അല്ലേ? അപ്പൊ വെറൈറ്റി ചോദ്യങ്ങൾ ഇതുവരെ ചോദിക്കാത്ത രീതിയിലാണ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ വന്നിട്ടുണ്ടാവുന്നത്. അപ്പൊ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതൊന്ന് ഈ രീതി ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. ഓക്കെ, യെസ്, ചോദിക്കും എന്ന് പറഞ്ഞിരുന്ന ഒരു കിടിലൻ ചോദ്യമായിരുന്നു. പക്ഷെ വ്യത്യാസപ്പെട്ട ഒരു പ്രോബ്ലം ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഇക്വേഷൻ ആണ് വീസ്റ്റൺ ബ്രിഡ്ജ്. കിർച്ചോഫിന്റെ റൂൾ പ്രകാരം ബാലൻസ് കണ്ടീഷൻ ഓഫ് വീസ്റ്റൺ ബ്രിഡ്ജും അതിനുശേഷം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് പിന്റെ വാല്യൂ 5 ആണെന്ന് അറിയാം, പിന്നെ ക്യൂവിന്റെ വാല്യൂ 10 ഓം ആണെന്ന് അറിയാം, ആറിന്റെ വാല്യൂ 15 ആണെന്ന് അറിയാം. നമുക്ക് നമ്മുടെ ഫോർമുല അറിയാലോ, p/q = r/s. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഡെറിവേഷനിലോട്ട് ആദ്യം ഒന്ന് പോകാം. നമ്മുടെ ഫിഗർ ഇവിടെ കൊടുത്തിരിക്കുന്നത് പിയും ക്യൂവും ആറും എസ് എന്നാണ്. ആ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇക്വേഷൻസ് എഴുതുക. ഓക്കെ, സോ ഈ ഒരു ഫിഗർ പ്രകാരം നമ്മൾ എടുത്തിരിക്കുന്നത് പിയും ക്യൂവും ആറും എസ് എന്നാണ്. അപ്പൊ നമ്മൾ ആ രീതിയിൽ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. I1 I2 I3 R എന്ന് എഴുതാം. എന്നിട്ട് നിങ്ങൾ ഈ കണ്ടീഷൻ എഴുതണം, ഐജിയുടെ വാല്യൂ 0 ആണ്. അപ്പൊ നിങ്ങൾ ഈ നിങ്ങളുടെ ഇതിന്റെ പ്രകാരമാണെങ്കിൽ നിങ്ങൾ എഴുതിയേക്കുന്നത് I1 I3 എന്നാണ്. അപ്പൊ നമുക്കിവിടെ എഴുതാം I1 = I3 എന്ന് എഴുതുക, അതേപോലെ I2 = I4 എന്ന് എഴുതുക. താഴെ കൂടെ പോകുന്ന രണ്ട് കറണ്ട് സെയിം ആണ്, മുകളിൽ കൂടെ പോകുന്ന I1 I3 രണ്ട് സെയിം ആണ്. ബിക്കോസ് നമ്മുടെ അവിടെ നൾ ഡിഫ്ലക്ഷൻ ആണ്. ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസിലെ ഐജിയുടെ വാല്യൂ എന്താക്കി മാറ്റി, 0 ആക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ എഴുതി പോവാം. ക്ലിയർ? അപ്പൊ അങ്ങനെ എഴുതി പോകുന്ന സമയത്ത് നമുക്ക് ലൂപ്പ് റൂള്, ഒന്ന് ലെഫ്റ്റ് ട്രയാങ്കിളിന്റെയും റൈറ്റ് ട്രയാങ്കിളിന്റെ ലൂപ്പ് എടുക്കാം. നിങ്ങൾ അങ്ങനെ ലൂപ്പ് എടുക്കുന്ന സമയത്ത് ABD അല്ലേ, ഇതാണ് നിങ്ങളുടെ ലൂപ്പിന്റെ ഡയറക്ഷൻ. ഓക്കെ, സോ ഒരേ ഡയറക്ഷനിൽ പോകുന്ന ഈ പിന്റെ റെസിസ്റ്റൻസ് അവിടെ എടുത്തേക്കുന്ന ക്വസ്റ്റ്യനിൽ എടുത്തേക്കുന്ന പ്രകാരം അത് പി തന്നെയാണ്, പി ക്യൂ ആറും എസ് തന്നെയാണ്. അപ്പൊ നമുക്ക് എഴുതാം ഇത് സെയിം ആയതുകൊണ്ട് -I1 P. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അത് +I1 - I1 × R. മെറ്റീരിയൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിലെ പ്രകാരമായിരുന്നെങ്കിൽ അതെന്ത് വന്നേനെ, I2 എന്ന് വന്നേനെ. ഓക്കെ, സോ ഇവിടെ I2 വന്നേനെ. അപ്പൊ ഈ ഇക്വേഷന് പകരം വേണമെങ്കിൽ I2 എന്ന് എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് എഴുതിയാൽ മതി I2ഉം താഴെയുള്ള I3യും എന്തായിരുന്നു നമ്മുടെ യെസ് I2ഉം I4 ആണ്. താഴെ പോകുന്നത് ഞാനിവിടെ എഴുതി വയ്ക്കുക, I2 I4 I1 I3. ഓക്കെ, അപ്പോൾ I2 × R = 0. മൈനസിന് അപ്പുറത്തേക്ക് എടുക്കുക, ഫോമുല ഇങ്ങനെ വരും. ക്ലിയർ? സോ ഈ ഒരു ടേം എന്തായിരുന്നു വേണം, നിങ്ങൾ ഫിഗർ പ്രകാരം അത് I2 ആയിരുന്നു. ഓക്കെ, ഇനി റൈറ്റ് സൈഡ് ലൂപ്പ് എടുക്കുക, BCDB എന്ന് പറയുന്ന ലൂപ്പ് എടുക്കുന്ന സമയത്ത് യെസ് നിങ്ങൾ ലൂപ്പിന്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്യുമ്പോൾ BCDB ഈ ഡയറക്ഷനിൽ വരും. ഓക്കെ, BCDB അങ്ങനെ എടുക്കുമ്പോൾ ഒരേ ഡയറക്ഷനിൽ വരുന്നത് Q എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ്. അപ്പം അവിടുത്തെ വാല്യൂ എന്തെടുക്കണം, മൈനസ് എടുക്കണം. അപ്പൊ ഈ മൈനസിന്റെ സ്ഥാനത്ത് വരുന്നത് ശരിക്കും ഏതായിരുന്നു, ഈ ക്യൂവിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ ഫിഗർ പ്രകാരമായിരുന്നെങ്കിൽ അത് I3 എന്ന് വന്നേനെ. ഇനി അതേപോലെ S എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ I4 വന്നേനെ. ഓക്കെ, ഇനി രണ്ട് സൈഡും നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോർമുല എന്ന് പറയുന്നത് I1P = I1Q then I - I1 / I - I1 RS എന്ന് വരും. നിങ്ങളുടെ ക്വസ്റ്റ്യനിലെ ഫിഗർ വഴിയാണെങ്കിൽ പിയുടെ സ്ഥാനത്ത് I1 ആണ്. ഓക്കെ, ഇനി ആറിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ I2 എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ക്യൂവിന്റെ പൊസിഷനിലുള്ളത് I3യുമാണ്. ഓക്കെ, ഇനി എസിന്റെ പൊസിഷനിലുള്ളത് I4ഉമാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് പ്രകാരം ഈ മുകളിൽ കൂടെ പോകുന്ന കറണ്ട് എല്ലാം ഒറ്റയാളാണ്. ആരാണ്? I1 = I3 നിങ്ങൾ എഴുതുക, ഒപ്പം I2 = I4 എന്ന് എഴുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കേടാം, ഓൾറെഡി നമുക്കിത് നമ്മുടെ പഴയ രീതിയാണെങ്കിൽ ഇതങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം.
ഓക്കെ, ഇനി ഞാൻ നിങ്ങളുടെ ഫിഗർ പ്രകാരമാണെങ്കിൽ ഞാൻ എഴുതിയ മെത്തേഡ് പ്രകാരം I2ഉം I4ഉം സെയിം ആണ്, I1ഉം I3ഉം സെയിം ആണ്. അപ്പോഴും നിങ്ങൾക്ക് P/Q = R/S എന്ന് പറയുന്ന രീതി കിട്ടും. അപ്പൊ എങ്ങനെ എഴുതിയാലും ഫിഗർ വെച്ചാണ് നോക്കണമെങ്കിൽ ആ ഒരു ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു മെത്തേഡ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. എപ്പോഴും ഈ ഇതിൽ കൂടെ പോകുന്ന നമ്മുടെ സെന്ററിൽ കൂടെ പോകുന്ന കറണ്ട് എപ്പോഴും 0 ആയിരിക്കും. എങ്ങനെ വന്നാലും ഈ കറണ്ട് സെയിം ആയതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തേക്കണേ, I1 തന്നെ ഇവിടെ എടുത്തിരിക്കണേ. ചിലപ്പോൾ അത് I1 കണ്ട I1 I3 എല്ലാ കറണ്ട് ഡിഫറെൻ്റ് ആക്കി തരും. ഓക്കെ, ആക്ച്വലി അത് ഡിഫറെൻ്റ് ആണ്, നമ്മൾ ഡിഫ്ലക്ഷൻ 0 ആക്കിയിട്ടാണ് നമ്മൾ സെയിം ആക്കി മാറ്റണത്. കണ്ടീഷൻ മറക്കരുത്. സോ മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P/Q = R/S എടുക്കാം. അപ്പോൾ ഓരോ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, Pന്റെ വാല്യൂ 5 ആണ്, Qന്റെ വാല്യൂ 10 Ohm ആണ്, Rന്റെ വാല്യൂ 15 Ohm ആണ്. നമുക്ക് കണ്ടുപിടിക്കുന്ന S ആണെങ്കിൽ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം അല്ലേ. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന വാല്യൂ 30 Ohm ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ മറക്കണ്ട, P/Q = R/S എന്ന് പറയുന്ന ഫോർമുല വെച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യെസ്, ആംബിയർ സർക്യൂട്ട് ലോ പ്രകാരം യൂസ് ചെയ്തിരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ് സോളിനോയിഡ്. അപ്പൊ സ്റ്റേറ്റ് ആംബിയർ സർക്യൂട്ട് ലോ. So it says that the line integral of a magnetic field over a closed path is equal to mu0 times the total current enclosed by the path. So integral B dot dl എന്ന് പറഞ്ഞാൽ mu0 into I ആണ്. ആ ഒരു ഇക്വേഷൻ വഴി അല്ലെങ്കിൽ ആ ഒരു ലോ വഴി അതിന്റെ ഡെറിവേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഫിഗർ കൃത്യമായിട്ട് പഠിക്കാം. സോ 4 ലൂപ്പുകൾ ഉണ്ട്, A to B, B to C, C to D, D to A. ഇത് ഔട്ട്സൈഡ് ആയതുകൊണ്ട് 0, cos 90 വന്ന് അല്ലെ, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും ഈ രണ്ട് ആൾക്കാരും C to D എന്ന് പറയുന്ന ലെങ്ത്തും D to A എന്ന് പറയുന്ന ലെങ്ത് 90 ഡിഗ്രി ആണ്. ആകെ ഈ ഒരു സെക്ഷൻ മാത്രമാണ് ഒരേ ഡയറക്ഷനിൽ വരുന്നത്. സോ ബാക്കി എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ A to B ഉള്ള ഇൻസൈഡ് ഉള്ള കേസ് മാത്രം നമുക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സോ നമുക്ക് A to B എടുക്കുക. ഇനി ബിനെ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ DL എന്ന് പറഞ്ഞാൽ മൊത്തം നീളമാണ്. അപ്പൊ മൊത്തം നീളത്തെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് L എന്നാണ്. ഇക്വേഷൻ B into L. ഈ L അപ്പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫൈനൽ ഇക്വേഷൻ mu0 Ni/L. മറക്കണ്ട, ഇതൊരു ഇക്വേഷൻ ആണ്, ഇത്ര എഴുതിയ ആൻസർ ആണ്. ഇനി N/L എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ N ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അനദർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ mu0 Ni എന്നും നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. ഏത് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ബയോട്ട്-സേവേർട്ട്സ് ലോ ആൻഡ് റൈറ്റ് ഇറ്റ്സ് വെക്ടർ ഫോം എന്നാണ്. ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ക്വസ്റ്റ്യൻ, പക്ഷെ നമ്മൾ പറ്റിച്ചത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിപ്പോയി. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ സിലബസിലില്ല, പക്ഷെ ഇതിന്റെ ഡെറിവേഷൻ നമ്മൾ വേറെ ലോ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിറൈവ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റേറ്റ് ബയോട്ട്-സേവേർട്ട്സ് ലോ എന്ന് പറയുന്നത്, യെസ്, ഒരു ലൈൻ ഇന്റഗ്രൽ എടുക്കുന്നു, ആ ഒരു ലൈൻ എടുക്കുന്നു, ആ ലൈനിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു സ്ട്രിപ്പ് DL എടുത്തിട്ടുണ്ട്. ആ DL എന്ന് പറയുന്ന സ്ട്രിപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടാൻജന്റ് പ്ലേസ് ചെയ്യുന്നുണ്ട്. ആ ടാൻജന്റിൽ അല്ലെങ്കിൽ ആ DL എന്ന് പറയുന്ന സ്ട്രിപ്പിൽ നിന്നും ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത് അറ്റ് എ പോയിന്റ് ആണ്, ദാറ്റ് അറ്റ് ആസ് എ ഡിസ്റ്റൻസ് ഓഫ് R. ആ പോയിന്റ് ഞാൻ P എന്നെടുത്തു. ആ ആംഗിൾ എടുത്തിരിക്കുന്ന തീറ്റ ആംഗിളിലാണെങ്കിൽ നമ്മൾ അവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആദ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. DB പ്രൊപ്പോർഷണൽ ടു IDL. കറന്റും എലമെന്റിന്റെയും പ്രൊപ്പോർഷണൽ ആണ്. And directly proportional to sine of the angle and inversely proportional to square of the distance. ഇതാണ് ബയോട്ട്-സേവേർട്ട്സ് ലോ. സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, സോ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ DB is equal to mu0/4 IDL sin theta by R square. സ്റ്റേറ്റ്മെന്റ് എഴുതണം. The magnetic field around a current carrying conductor directly proportional to current element, length of the element, sine of the angle between the DL and പൊസിഷൻ വെക്ടർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് എഴുതണം. പക്ഷേ ഈ ഇക്വേഷൻ ചെയ്തിട്ട് കാര്യമില്ല. ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് വെക്ടർ ഫോം ആണ്. വെക്ടർ ഫോം ആക്കണമെങ്കിൽ മക്കളെ ഇത് സൈൻ കമ്പോണന്റ് ആണ്. A cross B ആണ്. AB സൈൻ തീറ്റ വരണമെങ്കിൽ നമുക്ക് DL ഒരു വെക്ടർ ആണ്, പക്ഷെ കറണ്ട് ഒരു വെക്ടർ അല്ല. അങ്ങനെ വെക്ടർ ആക്കണമെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഒരാളെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അത് R വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഒപ്പം മുകളിലും R വെക്ടർ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എന്തെന്ന് എഴുതുന്നു, mu0/4 I into DL വെക്ടർ R വെക്ടർ സൈൻ തീറ്റ ഡിവൈഡ് ബൈ, ഇത് R വെക്ടർ ആയിരുന്നു, R സ്ക്വയർ എന്ന് എഴുതുന്നു മാത്രമേ ഉള്ളൂ.
സോ 2 കൂടെ കൂടി ചേർന്ന ആർ ക്യൂബ് വരും. സോ ഈ ഒരു ഫോർമാറ്റ് നോക്കിയാടാ, എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ ബി സൈൻ തീറ്റയാണ്, ഡി എൽ ഉണ്ടായിട്ട് ആറിലോട്ട് വരുന്നു. ദാറ്റ് ഈസ് ഫോർമാറ്റിംഗ് μ0/4π I into dl cross r divided by r cube. So this will be the vector formula. ഓക്കെ, ഡയറക്റ്റ് ഫോമുലയാണ് ഈ പ്രാവശ്യം ചോദിച്ചു, കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഈ പ്രാവശ്യം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അവിടെ വെക്ടർ ഫോം ചോദിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് വെക്ടർ ഫോമിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ പറഞ്ഞേക്കണം കേട്ടോ. ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു, പക്ഷെ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്തായാലും നിങ്ങൾക്ക് കിട്ടും, പേടിക്കണ്ട. ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. μ0I/2πr. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, ആംബിയർ സർക്യൂട്ടിലൂടെ ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ വരുന്ന ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി കഴിഞ്ഞു, ക്വസ്റ്റ്യൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഈ എക്സാം കൊണ്ട് ഒരിക്കലും തീരുന്നില്ല, ഇനി വരുന്ന എക്സാമുകളുണ്ട്, പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക, കൂടെ ഞങ്ങളുണ്ടാവും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കാര്യങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്ത് പഠിച്ചു പോവുക. ബുദ്ധിമുട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് സെറ്റാ. ഓൾ ദി ബെസ്റ്റ്.